കോഴിക്കോട് MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന അധ്യാപികയെ വടകര പോലീസ് അതിവിദഗ്ധമായി പിടികൂടി. കോഴിക്കോട് വടകര കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയാണ് വടകര പോലീസിന്റെ പിടിയിലായത്. ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയായ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് സാമ്പത്തിക ഇടപാടിലൂടെ എത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം MDMA സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മരുത്തോങ്കര സ്വദേശിനി കീർത്തനയെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കീർത്തനയെ കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത നിർണായക സാമ്പത്തിക രേഖകൾ ഒട്ടേറെ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇടനിലക്കാരിയായ അധ്യാപിക കാവ്യയിലേക്ക് അന്വേഷണം നീളുന്നത്. വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും പഴുതുകളടിച്ച അന്വേഷണത്തിലൂടെയുമാണ് വടകര പോലീസ് ഈ ലഹരിക്കണ്ണിയിലേക്ക് എത്തിച്ചേർന്നത്. പ്രതികൾ വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഈ കുറ്റകൃത്യം നടത്തിയിരുന്നത്. ലഹരി വസ്തുക്കൾ ആവശ്യമുള്ളവരിൽ നിന്ന് അതിനുള്ള പണം വാങ്ങിയിരുന്നത് കാവ്യയായിരുന്നു. ആവശ്യക്കാർ പണം കാവ്യയുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നേരിട്ട് അയച്ചു നൽകിയിരുന്നത്. എന്നാൽ കാവ്യ നേരിട്ട് ലഹരി വസ്തുക്കൾ ആവശ്യക്കാർക്ക് കൈമാറിയിരുന്നില്ല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. പകരം പണം തന്റെ അക്കൗണ്ടിൽ കൃത്യമായി എത്തിയെന്ന് ഉറപ്പാക്കിയ ശേഷം മറ്റൊരു വ്യക്തിയെ ഉപയോഗിച്ചാണ് ആവശ്യക്കാർക്ക് രഹസ്യമായി ലഹരി എത്തിച്ചു നൽകിയിരുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ ഇടപാടുകളിലൂടെ ഈ ഒറ്റ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കറുത്ത പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ജൂൺ 28-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു അധ്യാപികയെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ത്രീയെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരും അധ്യാപിക തന്നെയാണ്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇവർ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയിട്ടുണ്ടോ എന്ന് വടകര പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിച്ചു വരികയാണ്. കേസിൽ കൂടുതൽ കണ്ണികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനും അധ്യാപികയുടെ മറ്റ് ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും കണ്ടെത്താനും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.